ഇന്നിപ്പോൾ ഒരു മീൻ അച്ചാറിൻ്റെ വീഡിയോ ആണ്. ചൂര മീനാണ്. ഇതിപ്പോൾ അരക്കിലുള്ള മീനാണ്. അപ്പം ചൂര മീൻ ഞാൻ മുന്നേ അച്ചാറിട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം കുറച്ചൊന്ന് അച്ചാറിടാന്ന് വിചാരിച്ച് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പകുതി കത്രിക വെച്ചും പകുതി പിച്ചാത്തി വെച്ചൊക്കെ അങ്ങനെ വെട്ടിയെടുത്തു. അപ്പം മീനൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വലിയൊരു വീഡിയോയിൽ ഞാൻ അതിലോട്ട് കുറച്ച് കൂടുതൽ ടൈം ഉണ്ടാകുന്നുണ്ട്. 2 വലിയ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായി, ഒരു തുടം വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയും ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുത്ത് കുറച്ച് സമയം ഒന്ന് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് കറിവേപ്പില ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഈ പേസ്റ്റ് കുറച്ചൊന്ന് പുരട്ടി വെക്കുന്ന മീനിലോട്ടൊന്ന് പുരട്ടുന്നുണ്ട്. ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ പാനിൽ ഓയിലൊഴിച്ച് മീനൊന്ന് കുറച്ച് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. 5 മിനിറ്റ് വെച്ചാൽ നല്ല മൊരിഞ്ഞ് കിട്ടുന്നതാണ്. അത്യാവശ്യം മൊരിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിക്കുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നോൺ സ്റ്റിക്ക് പാനിലിട്ട് പൊരിച്ചാൽ പിടിക്കാൻ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പം നല്ല ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ച് അതേ പാനിലോട്ട് തന്നെ ഉലുവയും കടുകും പൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി അതിലോട്ട് 1.5 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ഉപ്പ് മതി. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഒന്ന് കലക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അതിടാം. ഞാനിതിപ്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ലൂസ് പരുവത്തിലെടുക്കാം. അപ്പോൾ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ച് നമുക്കൊന്ന് ലൂസായിട്ട് കിട്ടുന്നതാണ്. പിന്നെ വീണ്ടും ഡ്രൈ ആക്കണം. കുറച്ച് സമയം കൂടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഞാൻ കുറച്ചൊരു ഗ്രേവി പരുവത്തിലെടുത്തായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പിന്നെ ഡ്രൈ ആയിക്കോളും. അങ്ങനെ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ല സൂപ്പറായിട്ടുള്ള മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്.